ഞാൻ ചോദിക്കണം, ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, യുദ്ധത്തിന് പല കാരണങ്ങളുണ്ടാവും. ഇനി ഈ കൊച്ചുങ്ങളെ കൊല്ലണം എന്തിനാ? നമ്മൾ പണ്ടത്തെ പോലെ രണ്ട് സൈനികരെ ഒന്ന് അടിച്ചു തീർക്കുന്നത്. ഇതിപ്പോൾ എന്തിനാ ഈ കൊച്ചുങ്ങളെയും ഈ സ്ത്രീകളെ കൊല്ലണം എന്തിനാ? എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബ്രോ. എൻ്റെ കണ്ണ് കയറി. ഞാൻ എൻ്റെ ഉമ്മച്ചിനായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുന്നത്. എനിക്ക് അത് അറിഞ്ഞുകൂടെ. ചിലപ്പോൾ അതെൻ്റെ ചിലപ്പോൾ ഒരു കുറവായിരിക്കാം. എനിക്ക് അങ്ങനെ ഒരു ഇമോഷണലി അങ്ങനെ ഒരു ആളായതിൻ്റെ പ്രശ്നങ്ങൾ എനിക്കുണ്ടാവാം. പക്ഷെ അതല്ലല്ലോ ബ്രോ. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം പണ്ടത്തെ പോലെ അടിച്ചു തീർക്കുന്നേ. ഒരു അറ്റത്തുനിന്ന് 100 പേര് അവിടെ നിന്ന് അടിക്കും, ഇവിടെ നിന്ന് അടിക്കും. എന്നിട്ട് അത് ആരും ജയിക്കണം, അവരെന്താണെന്ന് വെച്ചാൽ എഴുതിയെടുക്കോ, മൊയിലെടുക്കോ, മറ്റെടുക്കോ, മറിച്ച് എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചുങ്ങളെ കൊല്ലണം എന്തിനാണ്? അതെന്തിനാ അങ്ങനെ ചെയ്യണത് ഇവർ? അതോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. എന്തൊക്കെ അനീതികളാണ് ബ്രോ ഈ വെറുതെ വാട്ട് എവർ ഇറ്റ് ഈസ്. അത് ജനിച്ചു വീണ നമ്മുടെ മതം നമ്മൾ തീരുമാനിച്ചാണ് ജനിച്ചത്. ഈ മതത്തിൻ്റെ പേരിൽ ഒരാളെ ചൂഷണം ചെയ്യണം ശരിയാണ്. ഞാൻ എൻ്റെ വീടിൻ്റെ അപ്പുറത്താണെങ്കിൽ ഞാനൊരു ഹിന്ദു അല്ലേ? അതിൻ്റെ അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യൻ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പേരിലൊക്കെ ഒരാളെ നമ്മൾ ഒരു പറ്റത്തെ ആൾക്കാരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒരു ചൂഷണം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട്. ഇപ്പോൾ ഒരാളിൽ തന്നെ ഇല്ലേ നല്ലതും ചെയ്തതും? പെർഫെക്റ്റ് ആയിട്ട് നല്ലതെന്ന് പറഞ്ഞ ഒരാളുണ്ടാവും. എന്നിലെന്ത് മോശമുണ്ട്? ഞാൻ അത്ര നല്ല ആളൊന്നും അല്ല. എന്നാൽ എന്നിൽ നന്മയുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എല്ലാവരും. അതിൻ്റെ പേരിൽ ഈ പറഞ്ഞ എന്തിനാണ് ചെറിയ ജീവിതം, നാളെ ആരും എഴുന്നേക്കുമെന്ന് പോലും അറിയാത്തൊരു ജീവിതത്തിൽ ഈ കിടന്ന് ഈ യുദ്ധമൊക്കെ ചെയ്ത് എന്തിനാണ്? ആരെ കാണിക്കാനാണ്? എന്താ നിങ്ങൾ നേടുക? ഈ കുറേ പൈസ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യും? ഹ്യൂമാനിറ്റി വേണം ബ്രോ. അതിനൊക്കെ വേണ്ടി ആരെങ്കിലുമൊക്കെ ഇന്നെങ്കിലും സംസാരിക്കണ്ടേ? തീരാറായി പരിപാടി. എനിക്കൊന്ന് ഖിയാമത്ത് നാളൊക്കെ ആയി, ലോകാവസാനമൊക്കെ ആയി. ഇനിയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കണ്ടേ?